വിശ്വസിച്ചിരുന്നു. ഒരുപക്ഷെ നിങ്ങളും കുറേ വർഷം കടവായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇതിൽ നിന്നൊരു തിരിച്ചുവരവില്ലെന്ന്. ആണോ അല്ലയോ? ശരിയാണോ അല്ലയോ? ആ, അപ്പം ഈ ഹോളിൽ കടമുള്ള ആൾക്കാർ മടിയില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കാവും. ആ, കണ്ടിട്ട് പുതിയായിട്ട് പാടില്ല നിറയെ ആൾക്കാർ. അതായത് ഈ കടം ഉണ്ടെങ്കിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ കടം വരുമ്പോൾ നമ്മൾ കുറച്ചൊരു അപകർഷതാബോധം വരും. നമുക്ക് എന്തോ കുറവുള്ള പോലെ, എന്തോ കുഴപ്പമുള്ള പോലെയൊക്കെ തോന്നുന്നില്ലയോ? അപ്പൊ എനിക്ക് കടമുള്ളവരോടാണ് ആദ്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരിക്കലും കടമുള്ളതിൽ നിങ്ങൾ ടെൻഷൻ പിടിക്കേണ്ട. കുറച്ച് വേണമെന്ന് അഭിമാനിച്ചു. എനിക്ക് കടമുള്ളത് കാര്യം എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതിന്റെ ലക്ഷണമാണ് കടം. ഒന്നും ചെയ്യാത്ത ഒരാളായിരുന്നു നിങ്ങളെങ്കിൽ ഒരിക്കലും കടം വരത്തില്ല. ഒന്നും ചെയ്യാത്ത ഒരാളെ കടം വരത്തില്ല. എന്തൊക്കെയോ ചെയ്യാൻ നോക്കി, നമ്മളൊന്ന് ഒരു ഇത്തിരി ധൈര്യം നമ്മുടെ ഉള്ളിൽ അവശേഷിച്ചിരുന്നതുകൊണ്ടാണ് നമുക്ക് കടം ഉണ്ടായത്. ശരിയാണോ അല്ലയോ? അതൊരു വലിയ ആവേശത്തിന് ഏതോ ഓരോ ബിസിനസ്സിൽ നിന്ന് അടുത്തടുത്തടുത്ത ബിസിനസ്സിലോട്ട് ചടിച്ചടിച്ചടിച്ച് പോയി വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നു. മൈലേജ് സ്റ്റൈലിൽ മാത്രമാണ്, അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ മാത്രമാണ് ഞാൻ ഉറച്ചു നിന്ന് ഈ 12 വർഷം എനിക്ക് പ്രവർത്തിക്കാൻ പറ്റിയിട്ടുള്ളൂ, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ തോന്നിയിട്ടുണ്ട്. ട്രഡീഷണൽ ബിസിനസ്സിലൊക്കെ വലുതും ചെറുതുമായിട്ടുള്ള പല വീഴ്ചകൾ വരുമ്പോൾ ഞാൻ ആ മേഖല തന്നെ ഒഴിവാക്കി പോകരുത്. പിന്നീട് എനിക്ക് മനസ്സിലായി, ശരിയായ ഒരു പ്ലാറ്റ്ഫോമിൽ എന്നെ എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ ദൈവം എന്നെ പല സെറ്റ് ബാക്കുകൾ തന്നത്. എന്തായാലും ഞാൻ എൻ്റെ അനുഭവങ്ങൾ ബിസിനസ് വന്നതിന് ശേഷമുള്ള കഥ പറയാം. 2014 ഞാനും എൻ്റെ സഹോദരനും ഒരുമിച്ച്, ഞങ്ങളൊരു വീട്ടിലാണ് താമസം, ഒരുമിച്ചാണ് ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ സുഹൃത്ത് വന്ന് ഈ ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞു. സത്യത്തിൽ പൂർണ്ണമായും ദൈവാധീനം കൊണ്ട് മാത്രം ഈ ബിസിനസ്സിൽ വിജയിച്ച ഒരാളാണെന്ന് ഞാൻ പറയും. ദൈവാധീനം എന്നാണ് പറഞ്ഞേട്ടോ, അതിനെ ഭാഗ്യം എന്ന് തെറ്റിദ്ധരിക്കരുത്. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പുള്ളി തന്നെ പറഞ്ഞു പുള്ളി ഭാഗ്യത്തിന്റെ ദൈവാനുഗ്രഹമാണ്. കാരണം ഈ ബിസിനസ് ഞാൻ കേൾക്കുന്ന സമയത്ത് ഇതിനെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആകാര സൗകുമാരിയൊന്നും മൈലേജ് സ്റ്റൈൽ കമ്പനിക്കോ ഈ പ്രൊഡക്റ്റുകൾക്കോ ഒന്നുമില്ല. ഞാൻ കേൾക്കുമ്പോൾ 15 പ്രൊഡക്റ്റാണ് മൈലേജ് സ്റ്റൈലുള്ളത്. എലമെന്റ്സ് വെൽനസ് എന്ന് പറഞ്ഞ ബ്രാൻഡേ ഇല്ല. ആയുഷ് പ്രീമിയം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. DB അനന്തനാരായണ എന്ന സയന്റിസ്റ്റ് ഈ ലോകത്തുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഈ കമ്പനിക്ക് കേരളത്തിൽ ഒറ്റ ഔട്ട്ലെറ്റ് ഇല്ല. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ ബിസിനസ്സിന് നമ്മുടെ നാട്ടിൽ ഒരു നിയമമില്ല. ഇതിലൂടെ 1000 രൂപ കിട്ടിയ ഒരാളെ കാണിച്ചു കൊടുക്കാനോട്ട് ഇല്ലാന്ന്. എന്നോട് ഇത് പറഞ്ഞോട് ഞാൻ ചോദിച്ചു, നിനക്ക് വല്ലതും കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നു, നീ കയറിയാൽ എനിക്ക് വല്ലതും കിട്ടും. ഞാൻ എങ്ങനെ ബിസിനസ് തുടങ്ങാനാണ്? പക്ഷെ എന്നിട്ടും എനിക്ക് ഇതിന്റെ അവസാനം പറഞ്ഞൊരു കാര്യം എനിക്ക് മനസ്സിലായി. ഒരു പക്ഷെ നിങ്ങളിലും പലർക്കും മനസ്സിലാവാണ്ട് പോയൊരു കാര്യം. ഇവിടെ മഞ്ജു സാർ ഇവിടെ പ്ലാൻ പറഞ്ഞ സമയത്ത് അവസാനം ഒരു കോമ്പൻസേഷൻ പ്ലാൻ പറഞ്ഞിരുന്നു. 10,000 BV അപ്പുറത്തും 10,000 BV ഇപ്പുറത്തും വന്നാൽ 1200 കിട്ടും. ഈ കണക്ക് മനസ്സിലായോ? ആദ്യം കേൾക്കുന്നവർക്കൊന്നും മനസ്സിലാകത്തില്ല. മുകളിൽ വിളിക്കാം. ആദ്യം കേൾക്കുന്നവർക്ക് ഇത് കാര്യമായിട്ട് മനസ്സിലാകത്തില്ല. കാര്യം 10,000 BV അപ്പുറത്തും 10,000 BV ഇപ്പുറത്തും പോകുന്നത് 1200, കുഴപ്പമില്ലാത്ത കണക്കാണ്. പക്ഷെ ഈ വന്ന ആളുകൾ എന്തെങ്കിലും ചെയ്താൽ അവർ ചെയ്യുന്നതിന്റെ ചെറിയൊരു ശതമാനം നമുക്ക് പിന്നെ കിട്ടും. യെസ്സോർണോ? ആ കണക്ക് എനിക്ക് പയ്യെ മനസ്സിലായി. കാര്യം ഞാൻ സകല ബിസിനസ് നടത്തിയപ്പോഴും ഇതെല്ലാം കുത്തോല എടുക്കാനുള്ള പ്രധാന കാരണം തൊഴിലാളികൾക്ക് പൈസ കൊടുക്കാൻ പറ്റാണ്ടാണ് ഇതെല്ലാം കൂട്ടുന്നത്. കച്ചവടമില്ല, സ്വാഭാവികമായിട്ട് തൊഴിലാളികൾക്ക് പൈസ കൊടുക്കാൻ ഉണ്ടാകത്തില്ല. അപ്പൊ പൈസ കൊടുക്കാണ്ട് മറ്റുള്ള ആൾക്കാർ ജോലി ചെയ്യുന്നതിന്റെ ഗുണം നമുക്ക് കിട്ടിയാൽ അത് വലിയ സംഭവം ആണോ അല്ലയോ? ഞാനിത് കേട്ടപ്പോൾ എനിക്ക് അട്രാക്ട് ചെയ്തു. ഞാൻ എന്തിനാണോ ഏറ്റവും കൂടുതൽ പേ ചെയ്തുകൊണ്ടിരുന്നത് അത് പേ ചെയ്യാതെ തന്നെ ആ വർക്കിംഗ് അവർ എനിക്കും കൂടെ ഗുണം കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് ഈ ബിസിനസ് തിരിഞ്ഞു. എനിക്കിത് മനസ്സിലായി. ഇരിക്കുന്ന ആളുകൾക്ക് പോലും, ഈ ഹോളിൽ ഇരിക്കുന്നവർക്ക് പോലും ഇപ്പോഴും ഈ പ്ലാൻ മനസ്സിലാകാത്തവരുണ്ട്. യെസ്സോർണോ? ഇത് മനസ്സിലായിട്ടില്ല. ഇവർക്ക് ആകെ അറിയാവുന്ന ബ്ലഡ് പ്യൂരിഫയർ കൊള്ളാം, ഹെയർ ഓയിൽ കൊള്ളാം, ഫേസ് വാഷ് കൊള്ളാം, കഫ്നിൽ കൊള്ളാം, ഇതൊക്കെ കൊള്ളാന്ന് പറഞ്ഞിരിക്കുക. ഇത് എന്ത് വിറ്റാലും 30% ലാഭം കിട്ടും. കവചപ്രാവശ്യം വിറ്റാൽ 400 കിട്ടും, 500 കിട്ടും. ഇത് അറിയത്തുള്ളൂ. ഇതിനപ്പുറത്തൊരു സാധനമുണ്ട്. ഈ ബിസിനസ്സിൽ ഞാനും നിങ്ങളും നാളെ ഇല്ലാണ്ട് പോയാൽ പോലും നമ്മുടെ തലമുറകളിലേക്ക് വരുമാനം എത്തിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ ഓപ്പർച്യൂണിറ്റി. ചാൾസാർ പറഞ്ഞു എൻ്റെ പേര് 24 കിടക്കുന്നു പറഞ്ഞു. ആ 24 പേരിൽ എനിക്ക് മുകളിലുള്ള 3 ആൾക്കാർ ഇന്ന് ജീവനോടില്ല. ഈ ഭൂമിയിൽ അവരില്ല. ഡയമണ്ട് റാങ്ക് എത്തിക്കഴിഞ്ഞു, എത്തുന്നതിന് തൊട്ടു മുമ്പ് മരണപ്പെട്ടു പോയ ആൾക്കാരാണ്. അവർ ഈ ഭൂമിയിൽ ഇല്ലെങ്കിലും അവരുടെ മക്കള് അവർ ജീവിച്ചിരുന്ന കാലത്ത് ചെയ്തിരുന്ന സകല ജോലി, വലിയ വിദ്യാഭ്യാസമൊക്കെ നേടിയ ആൾക്കാർ ആ പണി എല്ലാം വേണ്ടാന്ന് വെച്ച് ഇന്ന് അവരുടെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പിൽ ഈ അച്ഛൻ തുടങ്ങി വെച്ച അല്ലെങ്കിൽ അമ്മ തുടങ്ങി വെച്ച ഈ ബിസിനസ് ആ മക്കൾ നടത്തിക്കൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാൾ വരുമാനം അവരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഇനി ഞാൻ എൻ്റെ അനുഭവത്തിലോട്ട് കിടക്കാം. 2014 ഞാൻ ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ മാസം ഈ കമ്പനിയിൽ നിന്ന് 663 രൂപ വരുമാനം വന്നത്. രണ്ടാമത്തെ മാസം 1800 രൂപ വന്നത്. അന്നിവിടെ പ്ലാൻ പറയാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഇല്ല. ഈ പ്ലാൻ പറഞ്ഞ് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഇല്ല.
ഡയറക്റ്റ് സെല്ലിങ്ങിന് ഇവിടെ നിയമം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡയറക്റ്റ് സെല്ലിംഗ് എന്താണെന്ന് ഇവിടുത്തെ സർക്കാരിന് പോലും അറിയത്തില്ല. ഏതാണ്ട് 1.5 കൊല്ലം കഴിഞ്ഞാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞ ബിസിനസ് എന്താണെന്ന് ഗവൺമെന്റ് പോലും പഠിച്ച് ഒരു റിപ്പോർട്ട് വെച്ച് കേരള നിയമസഭയിൽ ഡയറക്റ്റ് സെല്ലിങ്ങിന് വേണ്ടി മാത്രം ഒരു ബില്ല് പാസ്സാകുന്നത് 2015 ജൂലൈ മാസം 29 തീയതി. ഏതാണ്ട് 1.5 വർഷക്കാലം ഈ ബിസിനസ് ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് മാത്രം ഇങ്ങനെ കൊടുക്കും. അന്ന് ഹെയർ ഓയിൽ ഉണ്ട്, ഏറ്റവും നന്നായിട്ട് മൂവ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇരിക്കുന്ന ആളുകൾക്ക് പോലും, ഈ ഹോളിൽ ഇരിക്കുന്നവർക്ക് പോലും ഇപ്പോഴും ഈ പ്ലാൻ മനസ്സിലാകാത്തവരുണ്ട്. ഇത് മനസ്സിലായിട്ടില്ല. ഇവർക്ക് ആകെ അറിയാവുന്ന ബ്ലഡ് പ്യൂരിഫയർ കൊള്ളാം, ഹെയർ ഓയിൽ കൊള്ളാം, ഫേസ് വാഷ് കൊള്ളാം, കഫ്നിൽ കൊള്ളാം, ഇതൊക്കെ കൊള്ളാന്ന് പറഞ്ഞിരിക്കുക. ഇത് എന്ത് വിറ്റാലും 30% ലാഭം കിട്ടും, കവചപ്രാവശ്യം വിറ്റാൽ 400 കിട്ടും, 500 കിട്ടും, ഇത് അറിയത്തുള്ളൂ. ഇതിനപ്പുറത്തൊരു സാധനമുണ്ട്. ഈ ബിസിനസ്സിൽ ഞാനും നിങ്ങൾ നാളെ ഇല്ലാണ്ട് പോയാൽ പോലും നമ്മുടെ തലമുറകളിലേക്ക് വരുമാനം എത്തിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ ഓപ്പർച്യൂണിറ്റി. ചാൾസാർ പറഞ്ഞു എൻ്റെ പേര് 24 കിടക്കുന്നു പറഞ്ഞു. ആ 24 പേരിൽ എനിക്ക് മുകളിലുള്ള 3 ആൾക്കാർ ഇന്ന് ജീവനോടില്ല, ഈ ഭൂമിയിൽ അവരില്ല. ഡയമണ്ട് റാങ്ക് എത്തിക്കഴിഞ്ഞു, എത്തുന്നതിന് തൊട്ടു മുമ്പ് മരണപ്പെട്ടു പോയ ആൾക്കാരാണ്. അവർ ഈ ഭൂമിയിൽ ഇല്ലെങ്കിലും അവരുടെ മക്കള് അവർ ജീവിച്ചിരുന്ന കാലത്ത് ചെയ്തിരുന്ന സകല ജോലി, വലിയ വിദ്യാഭ്യാസമൊക്കെ നേടിയ ആൾക്കാർ ആ പണി എല്ലാം വേണ്ടാന്ന് വെച്ച് ഇന്ന് അവരുടെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പിൽ ഈ അച്ഛൻ തുടങ്ങി വെച്ച അല്ലെങ്കിൽ അമ്മ തുടങ്ങി വെച്ച ഈ ബിസിനസ് ആ മക്കൾ നടത്തിക്കൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൊണ്ട് വരുമാനം അവരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഇനി ഞാൻ എൻ്റെ അനുഭവത്തിലോട്ട് കിടക്കാം. 2014 ഞാൻ ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ മാസം ഈ കമ്പനിയിൽ നിന്ന് 663 രൂപ വരുമാനം വന്നത്. രണ്ടാമത്തെ മാസം 1800 രൂപ വന്നത്. അന്നിവിടെ പ്ലാൻ പറയാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഇല്ല. ഏതാ ഈ പ്ലാൻ പറഞ്ഞ് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഇല്ല. ഡയറക്റ്റ് സെല്ലിങ്ങിന് ഇവിടെ നിയമം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡയറക്റ്റ് സെല്ലിംഗ് എന്താണെന്ന് ഇവിടുത്തെ സർക്കാരിന് പോലും അറിയത്തില്ല. ഏതാണ്ട് 1.5 കൊല്ലം കഴിഞ്ഞാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞ ബിസിനസ് എന്താണെന്ന് ഗവൺമെന്റ് പോലും പഠിച്ച് ഒരു റിപ്പോർട്ട് വെച്ച് കേരള നിയമസഭയിൽ ഡയറക്റ്റ് സെല്ലിങ്ങിന് വേണ്ടി മാത്രം ഒരു ബില്ല് പാസ്സാകുന്നത് 2015 ജൂലൈ മാസം 29 തീയതി. ഏതാണ്ട് 1.5 വർഷക്കാലം ഈ ബിസിനസ് ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് മാത്രം ഇങ്ങനെ കൊടുക്കും. അന്ന് ഹെയർ ഓയിൽ ഉണ്ട്, ഏറ്റവും നന്നായിട്ട് മൂവ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഒരു ഹെയർ ഓയിൽ വിറ്റാൽ 110 രൂപ കിട്ടും. ഈ ഹെയർ ഓയിലിന്റെ റിസൾട്ട് ഉള്ളതുകൊണ്ട് തന്നെ പലരും വീണ്ടും ഇത് വാങ്ങി ഉപയോഗിച്ചത് വഴി പതുക്കെ ടേൺ ഓവർ കിട്ടി. ഞങ്ങൾക്ക് പെട്രോൾ അടിക്കാൻ ഡീസൽ അടിക്കാനുള്ള പൈസ കിട്ടി. അങ്ങനെ ഏതാണ്ട് 1 കൊല്ലം ബിസിനസ് ചെയ്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്കും എൻ്റെ സഹോദരനും കൂടെ മൊത്തം ഈ കമ്പനിയിൽ നിന്ന് കിട്ടിയത് 93,000 രൂപയാണ്. 93,000 രൂപ 2 പേർക്ക് ഒരു വർഷത്തെ ഇൻകം എന്ന് പറഞ്ഞാൽ 4,000 രൂപ കഷ്ടിയുള്ളൊരു മാസം ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ? വലിയ കടമാണ്, ജപ്തി ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ബാങ്കിന്റെ തൊട്ടടുത്ത് 1 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് നമ്മുടെ യൂണിയൻ ബാങ്കിലോട്ട്. ഈ യൂണിയൻ ബാങ്കിന്റെ മാനേജർ സ്ഥിരമായിട്ട് എന്നെ കാണാൻ തപ്പി നടക്കുക. ഇയാൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പോകാന്നുള്ള എൻ്റെ ലക്ഷ്യം. കാര്യം എപ്പോഴും 3 മാസം പെൻഡിങ്, അതിന് NP എന്ന് പറയും, നോട്ട് പെയ്ഡ് എന്ന് പറയും. അങ്ങനെ പെൻഡിങ് ആയിരുന്ന സമയത്ത് തന്നെ പിള്ള നമ്മളുടെ പേര്, ഒരു തലയുണ്ട്, അത് ഞാൻ പറയുന്നില്ല, വാല് മാത്രമേ ഉള്ളൂ. പിള്ള കൊല്ലംകാരനാണ്. സത്യം പറഞ്ഞാൽ പലരും മീറ്റിംഗ് പറയും എന്നെ ഈ ബിസിനസ് ചെയ്യിച്ചത് എൻ്റെ അപ്പലയും ഇന്നാളാണ്, എന്നെ ഇവിടെ വരെ എത്തിച്ചാണ്. എനിക്ക് ഉറപ്പുണ്ട് ശരിക്കും ഇന്നും ഡയറക്റ്റ് സെല്ലിംഗ് എന്താന്ന് പോലും അറിയാത്ത ഈ പിള്ള സാറാണ് എന്നെ ഇവിടെ നിർത്തിയത്. എനിക്ക് ഇപ്പോഴും അറിയത്തില്ല ഈ സാധനം എന്തുവാണ്. പക്ഷെ ഇയാൾ എന്നെ വിളിച്ചിങ്ങനെ നിരന്തരമായിട്ട് ഫോൺ ചെയ്യും. ഈ പൈസ അടയ്ക്കാണ്ട് വരുമ്പോൾ മാസം 35,000 എത്ര രൂപ അടയ്ക്കണം. ഈ അടവ് മുടങ്ങുമ്പോൾ ഇയാൾ എന്നെ വിളിക്കും. അപ്പൊ എൻ്റെ ഫോണിൽ ഹലോ ടോൺ എന്ന് പറഞ്ഞാൽ തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കാത്തിരിക്കുന്നു പറഞ്ഞ പാട്ടുണ്ട് അറബിക്കഥ. എന്നിട്ട് ഇയാൾ വിളിക്കും, അനിയാന്ന് എന്നെ വിളിക്കുന്നത്, പേരൊന്നും ഇന്നുവരെ വിളിച്ചിട്ടില്ല. അനിയ, നിന്റെ പാട്ട് പോലെ നീ തിരികെ വരുന്നതും കാത്ത് ഒരു ബ്രാഞ്ച് മുഴുവൻ കാത്തിരിക്കുക, നീ എന്നാ വരുന്നേ? ഞാൻ പറയും വരാം സാറേ, വരാം. നമ്മുടെ ഇല്ല കാശ് കൊണ്ടല്ല എല്ലാം പറ്റും. അത് കഴിഞ്ഞ് ഒരാഴ്ചയും വീണ്ടും വിളിക്കും, അനിയ നിന്നെ ആരാ അനിയ ഇത് പഠിപ്പിച്ചത്? ഞാൻ ചോദിക്കും എന്താ സാറേ വാങ്ങിച്ചാൽ പോയിട്ടാണ്. ഇങ്ങനെ ഇയാൾ അധിക്ഷേപിക്കാൻ തുടങ്ങി. ആത്മാഭിമാനമുള്ള ഒരു ചെറുപ്പക്കാരന് എന്താ പറയണ്ട, അവസാനം വരെ ഇയാൾ ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. സ്വാഭാവികമായിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വല്ലാണ്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഏതാണ്ട് 1 വർഷമായിട്ട് ഇത് കൂട്ടിമുട്ടുന്നില്ല. മീൻസ് ഈ ബിസിനസ് കൊണ്ട് തന്നെ ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് ഒരവസ്ഥ വന്നു. സത്യത്തിൽ പറ്റുന്നില്ല. പിന്നീട് എനിക്കൊരു പ്രശ്നം എനിക്ക് തന്നെ മനസ്സിലായി. അത് അപ്പോൾ എനിക്ക് ക്ലാരിറ്റി ഉണ്ടായി. അതായത് പ്രശ്നം മൈലേജ് സ്റ്റീലിന്റെ അല്ല, പ്രോഡക്റ്റിന്റെ അല്ല, ആരുടെ പ്രശ്നം? എൻ്റെ. ഞാൻ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് നഷ്ടം മാത്രം ഉണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ നാട്ടിൽ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇവിടുന്ന് നിങ്ങൾ തന്നെ സങ്കല്പിച്ച് നോക്കി, ഞാനിങ്ങനെ സ്യൂട്ടൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് നിൽക്കുക. ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ഗൾഫിൽ പോയി ഒരു 5 കൊല്ലം കഴിഞ്ഞ് ഒരു കീറിയ ടീഷർട്ട് ഇട്ട് തിരിച്ചു വന്നാൽ മാഡം വന്ന് എന്നോട് പറയും എൻ്റെ മോനെ കൊണ്ടുപോയി ഇതുപോലെ ആക്കിത്തരാം. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും പറയും എൻ്റെ ട്രാക്ക് മോശമായിരുന്നു എന്നുള്ളതാണ് വ്യക്തം. ലാസ്റ്റ് 4-5 കൊല്ലം മുമ്പ് എൻ്റെ കൂടെ നടന്നാൽ വിജയിക്കില്ലായിരുന്നു.
ഞാനൊരു പരാജയപ്പെട്ട ആളാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഏതാണ്ട് 1 കൊല്ലം വരെ ആലപ്പുഴയിലും പരിസര പ്രദേശങ്ങളിലും ടീം ഡെവലപ്പ് ചെയ്യാനുള്ള എൻ്റെ ശ്രമം ഞാൻ ഉപേക്ഷിച്ചു. എന്നിട്ട് ഞാൻ പതുക്കെ കോയമ്പത്തൂർ അല്ലെങ്കിൽ നാഗർകോവിൽ, തമിഴ്നാട്, മലബാർ, മംഗലാപുരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവിടെ എന്നെ ആർക്കും അറിയത്തില്ലല്ലോ. എൻ്റെ തലയ്ക്കകത്താണ് ഈ സാധനത്തിൻ്റെ പ്ലാൻ നന്നായിട്ട് കയറിയിട്ടുണ്ട്. ഈ ബിസിനസ് എനിക്കറിയാം, എവിടെ കൊണ്ടെങ്കിലും ഇരുത്തിയാൽ മതി, ഞാൻ അപ്പോൾ പ്ലാൻ പറയും. മറ്റേ കീ കൊടുത്ത് ചില പാവ കൊണ്ട് വെക്കുന്നതാണ്, കൊണ്ടിരുത്തുക, സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ പ്ലാൻ പറയും. ഇങ്ങനെ പല സ്ഥലത്ത് ചെന്നു, പലരോട് പറഞ്ഞു. ചിലർക്കൊക്കെ ഇത് മനസ്സിലായ ആൾക്കാർ ഈ ബിസിനസ്സിനെ ഏറ്റെടുത്തോടുകൂടി വരുമാനം കൂടാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് ഒരു ടേണിംഗ് പോയിന്റ് ആയ ഒരു പത്രവാർത്ത എന്ന് പറഞ്ഞാൽ 2014 ഡിസംബർ മാസം 4-ാം തീയതി ഹിന്ദു പത്രത്തിൽ ഒരു വാർത്ത വന്നു. മീറ്റിംഗിൽ പറഞ്ഞു കാണും. ആ വാർത്ത ഇങ്ങനെ: 2025 ആകുമ്പോഴേക്കും 1,80,00,000 പേര് ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗ് ഫുൾ ടൈം ചെയ്യുമെന്നാണ് വാർത്ത. സത്യത്തിൽ 1,80,00,000 എത്ര നിങ്ങൾ ആലോചിച്ച് പെട്ടെന്ന് മനസ്സിലാത്തില്ല. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴത്തെ കേരള ജനസംഖ്യയുടെ പകുതി കൂടുതൽ വരും. കേരള ജനസംഖ്യയുടെ പകുതി കൂടുതൽ ആൾക്കാർ അടുത്ത 10 കൊല്ലത്തിനകം ഈ ബിസിനസ് ചെയ്യുമെന്ന് അന്നത്തെ കേന്ദ്രമന്ത്രിയായ രാംവിലാസ് പാസ്വാൻ അധ്യക്ഷനായ ഒരു മീറ്റിംഗിന്റെ റിപ്പോർട്ട് ഹിന്ദു പത്രത്തിൽ വന്നത് ഞാൻ വായിക്കുക. സ്വാഭാവികമായിട്ടും അടിസ്ഥാനപരമായി വളരെ പോസിറ്റീവായി കാര്യങ്ങളെ കാണുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഞങ്ങളുടെ സഹോദരനും ഞാനും കൂടെ പറഞ്ഞു, എന്തായാലും പട്ടിണി ഒരു 6 മാസം കൂടെ എന്ത് ചെയ്യാം, അനുഭവിക്കാം. ഒരു 50,000 രൂപ കൂടെ പലിശയ്ക്ക് വാങ്ങിച്ച് 6 മാസം കൂടെ ചെയ്യാൻ തീരുമാനിച്ചു. നേരത്തെ പറഞ്ഞാൽ കേരള ഗവൺമെന്റ് നിയമം കൊണ്ടുവരുന്നു. എലമെന്റ്സ് വെൽനസ് എന്ന ബ്രാൻഡ് ലോഞ്ചായി. അത് രണ്ടാമത്തെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് വേണേൽ പറയാം. ഈ എലമെന്റ്സ് വെൽനസ് ലോഞ്ച് ആകുന്നതിന്റെ മീറ്റിംഗ് ചെന്നൈയിൽ വെച്ച് നടന്ന സമയത്ത് അവിടെ ഈ ഡോക്ടർ DB അനന്തനാരായണ എന്ന സയന്റിസ്റ്റിനെ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എൻ്റെ സഹോദരൻ 3 വർഷം ഈ ഇരുമ്പാലത്തിന് തൊട്ടപ്പുറത്ത് SD ഫാർമസി എന്ന് പറഞ്ഞൊരു പഴയ ഒരു കമ്പനി ഉണ്ടായിരുന്നു, ഒരു ആയുർവേദ കമ്പനി ഉണ്ടായിരുന്നു. ഈ SD ഫാർമസിയിൽ ഏതാണ്ട് 3 വർഷത്തോളം എൻ്റെ സഹോദരൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ആ കമ്പനിയിൽ നിന്നുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ DB അനന്തനാരായണ ഇന്ത്യയിലെ ഏറ്റവും വലിയ സയന്റിസ്റ്റ് ആണെന്ന് ചേട്ടൻ അറിയാം. ആ ആളാണ് മൈലേജ് സ്റ്റൈലിലേക്ക് കമ്പനിയുടെ R&D ഹെഡായിട്ട് വരുന്നതെന്ന് അവിടെ വെച്ച് നേരിട്ട് അറിഞ്ഞപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു, ഇനി ഒന്നും നോക്കണ്ട, ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ സയന്റിസ്റ്റുകൾ ഒരാളാണ് ഇയാൾക്ക് ഈ കമ്പനി വിശ്വസിക്കാമെങ്കിൽ എവിടെ എത്തൂല്ല എന്ന് നാട്ടുകാർ മുഴുവൻ എഴുതിത്തള്ളിയതാണ്. നമുക്ക് എന്തുകൊണ്ട് കണ്ണും കൂട്ടി ചെയ്യുക? സിമ്പിൾ ലോജിക്ക. അയാൾ അത്രയും വലിയൊരു മനുഷ്യൻ, അയാൾക്ക് ഈ കമ്പനിയായിട്ട് ഒരു കരിയർ തുടങ്ങാമെങ്കിൽ പിന്നെ ദുരഭിമാനം കാണിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാനാണെങ്കിൽ പെട്ട് കിടക്കും. അങ്ങനെ ഞങ്ങൾ തുനിഞ്ഞങ്ങ് ഇറങ്ങി എന്നുള്ളതാണ് സത്യം. അന്ന് വരെ ചെയ്തത് സത്യത്തിൽ ഒരു ചെയ്തല്ല. ഈ 2015 ഒരു ജൂലൈ മാസത്തിന് ശേഷം ഇറങ്ങി ചെയ്ത ഒരു ചെയ്ത്തായിരുന്നു. പിന്നീട് ശരിക്കും ഒരു അല്പവിശ്വാസിയും അവിശ്വാസിയും ഒരേ ഫലം തരുന്ന ഒരു ബിസിനസ്സായിരുന്നു. ഹലോ, എന്തൊക്കെയാ? നിങ്ങളിൽ കുറേ ആൾക്കാർ എന്നോട് ദേഷ്യം തോന്നരുത്, അല്പവിശ്വാസികളുണ്ട്. നിങ്ങൾ തരുന്ന ഔട്ട്പുട്ട് സത്യത്തിൽ അവിശ്വാസികളുടെ ഔട്ട്പുട്ട് തന്നെയാണ്. ഒന്നുകിൽ 100% വിശ്വസിക്കണം, അല്ലെങ്കിൽ വിശ്വസിക്കരുത്. ഇത് രണ്ടിന്റെ ഇടയ്ക്ക് ഒരു പരിപാടിയില്ല. ഉണ്ടോ? സംശയമുള്ള ഒരു വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറഞ്ഞു നോക്ക്, എനിക്ക് നിന്നെ 92% വിശ്വാസമാണ്. പറഞ്ഞു നോക്ക്. വിശ്വാസത്തിന് അളവില്ല. ഒന്നിൽ 100 അല്ലെങ്കിൽ ഇല്ല. ഇതിനിടയ്ക്ക് നിൽക്കുന്നതാണ് പല പ്രശ്നങ്ങളുടെയും കാര്യം. അങ്ങനെ ഞങ്ങൾ എന്തായാലും ആ മീറ്റർ 100 അടിച്ച്, മീൻസ് 100% വിശ്വാസത്തിലേക്ക് കയറി. ആ ചെന്നൈയിൽ മീറ്റിങ്ങിലൊക്കെ പോയ സമയത്ത് അവിടെ ഈ 2,10,000 ഒക്കെ വരുമാനം വാങ്ങുന്ന തമിഴ്നാട്ടുകാരായിട്ടുള്ള, നോർത്ത് ഇന്ത്യക്കാരായിട്ടുള്ള സ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ള ചിലരെയൊക്കെ കണ്ടു. ആവേശം കൊണ്ട് നമ്മുടെ കണ്ണ് തള്ളതെന്ന് പറയത്തില്ല. അവരിങ്ങനെ സ്റ്റേറ്റ്മെന്റ് കാണിച്ചു, ഇങ്ങനെ മാല പോലെ 2 വർഷം അവർക്ക് വരുന്ന, അത് വെറും 2 കൊല്ലം പോലും ആയിട്ടില്ല അവർ പലരും ബിസിനസ് തുടങ്ങിയിട്ട്. ഇങ്ങനെ വരുമാനം വരുന്നുണ്ടപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അങ്ങ് ആവേശം തിരിച്ചു വന്ന് ഞങ്ങൾ തന്നു. ആൾക്കാർക്ക് വിശ്വസിക്കാൻ പാടില്ല. വെറുത്തിട്ടാണ് ഞാൻ ലാസ്റ്റ് എന്ത് ചെയ്തത്, ഇത് ഇങ്ങോട്ട് ഇല്ല എന്ന് വിചാരിച്ച് വെറുത്ത് നമ്മളോട് പോവാം. അങ്ങനെ മറ്റു പലത്തും പോയി ടീം ഡെവലപ്പ് ചെയ്തു. കറക്റ്റ് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ എന്നേക്കാൾ മിടുക്കരായ ആളുകൾ നാട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അവരിത് ഏറ്റെടുത്തു. അവരെന്നെ നോക്കിയില്ല. മൈലേജ് സ്റ്റൈൽ കമ്പനി പ്രോഡക്റ്റ്, റിസൾട്ട്, കൃത്യമായി വരുന്ന ഇൻസെന്റീവ്, ഇത് 3 മാത്രം നോക്കി അവർ ചെയ്യാൻ തുടങ്ങി. എൻ്റെ വരുമാനം ആദ്യമായിട്ട് ഞാൻ 2,10,000 എത്തി. 2016 സെപ്റ്റംബർ മാസം 23. 2017 തൊട്ട് അത് എല്ലാ 7 ദിവസം കൂടുമ്പോഴും സീലിംഗ് ഇൻകം വരാൻ തുടങ്ങി. അതായത് എല്ലാ 7 ദിവസം കൂടുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് മനസ്സിലാക്കിയ ആളുകൾ വന്നു. അവർക്ക് ഇപ്പം മുകളിലൊരു അനീഷ് ഉണ്ടെന്നോ അനൂപ് ഉണ്ടെന്നോ മുബീനൊന്നും ഉണ്ടെന്നോ അറിയത്തില്ല. ഇവർ നേരം വിളിക്കുമ്പോൾ സാധാരണ ആൾക്കാർ ജോലിക്ക് പോകുന്ന ആൾക്കാർ മൈലേജ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്തു. പ്രൊഡക്റ്റുകളുടെ റിസൾട്ട് കൂടി. അതിൽ പലരും ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്, ഈ 30 ലക്ഷം കടം കൊണ്ട് ലോകം അവസാനിക്കുമെന്ന് വിചാരിച്ചത് എൻ്റെ ചിലരൊന്ന് പരിചയപ്പെട്ടു. സാറേ, എനിക്ക് 1 കോടി കടമുണ്ട്. എനിക്ക് അങ്ങ് സന്തോഷം ഇവരെ കണ്ടപ്പോൾ. ദൈവം, ഇങ്ങനെയുള്ളവന്മാർ 2 പേര് അപ്പുറത്തും ഇപ്പുറത്തും വന്ന് ഇവന്റെ കടം പകുതി തീർന്നാൽ മതി, അപ്പോഴത്തേക്ക് എൻ്റെ കടം മൊത്തം തിരിച്ചു. അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നക്കാർ നമ്മളാണെന്ന് വിചാരിക്കുന്നത്. പിന്നീട് ആശ്വാസം കിട്ടുന്നത് എപ്പോഴാണ്?
നമ്മളൊക്കെ കുഴപ്പടിച്ചൊരുത്തിനെ കാണുമ്പോൾ ഒരാശ്വാസമാണ്. ശരിയാണോ അല്ലേ? ഇതേ പ്രശ്നം തന്നെയാണ് എനിക്ക്. എന്തായാലും 2017 തൊട്ട് ഇങ്ങോട്ട് റെഗുലർ സീലിംഗ് വന്ന് 17, 18, 19, 20, 21, 22, 23 ഇങ്ങനെ വന്ന് ഇപ്പൊ ഈ 663 എന്ന് പറഞ്ഞ മിനിഞ്ഞാന്നത്തെ അല്ല ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച അടക്കം ഇങ്ങനെ വന്നാൽ കഴിഞ്ഞ ഏതാണ്ട് 8 കൊല്ലത്തിലേറെയായി എല്ലാ 7 ഡേയ്സിലും സീലിംഗ് ഇൻകത്തിലാണ് പ്രവർത്തിക്കുന്നത്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ചയൊക്കെയാണ് സീലിംഗ് ആവുന്നത്. ഇപ്പം വെള്ളിയാഴ്ച കഴിഞ്ഞാൽ മിക്കവാറും ഞായറാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ ആകുമ്പോഴത്തേക്കും സീലിംഗ് ആയി, ബുധനാഴ്ച ആകുമ്പോഴത്തേക്കും അടുത്ത ഡിസ്ട്രിബ്യൂഷനും സീലിംഗ് ആയി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ബിസിനസ്സിൽ ഒരു 10,000 രൂപയുടെ സെയിൽ എടുക്കാൻ വേണ്ടി 2014-ലും 15-ലും ഒക്കെ ഞാൻ എന്ത് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു ഹെർബൽ പേസ്റ്റും എൻ്റെ ബാഗിൽ ഇട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് പോകും ബിസിനസ് ചെയ്യാനായിട്ട്. ഈ പേസ്റ്റ് വിറ്റാൽ തിരിച്ച് വീട്ടിൽ വരാം, ഇല്ല വഴി കിടക്കേണ്ടി വരും. ഹലോ, ഇപ്പം മൈലേഷിന്റെ ഫീൽഡിൽ പോകുന്ന ലീഡർമാർക്ക് എന്നോട് ദേഷ്യം തോന്നുന്നത് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് കോഴിക്കോട് പോകാനാണ് 500 രൂപ മിനിമം. അവിടുന്ന് പാരായൺ ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിക്കാനുള്ള 250 രൂപ, 100 അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിക്കൂലി, 50 രൂപ വേറെ ഒക്കെ ഉണ്ടെങ്കിൽ കൂടും. നമ്മളെന്ന് പറഞ്ഞാൽ രാവിലെ അങ്ങ് ഇറങ്ങി നടക്കുന്ന പോലെ നടക്കട്ടെ എന്ന രീതിയിൽ അങ്ങ് ഇറങ്ങുന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ഒരു പിന്നോട്ട് പോക്കും ഉണ്ടായിരുന്നില്ല. ഈ രീതി വരുമാനമൊക്കെ വന്നപ്പോൾ ജീവിതം ഒന്നാകെ മാറി. 2017 തന്നെ BMW, ഫോർച്യൂണർ പോലുള്ള വാഹനങ്ങളൊക്കെ ആയി. ഇതിനേക്കാൾ സുതാര്യമായ ഒരു തെളിവും തൻ്റെ വരുമാനത്തെ സംബന്ധിച്ച് കാണിക്കാനില്ല. ഇത് നിങ്ങൾ നോക്കിയാൽ 2018-19 ബാബു അനീഷ് എന്നുള്ള എൻ്റെ പേരിൽ മൈലേസ്റ്റർ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് വന്ന വരുമാനം 1,10,00,000 രൂപയുണ്ട്. ഫ്രണ്ടിരിക്കുന്നവർക്കറിയാം എന്ന് പറഞ്ഞാൽ കറക്റ്റ് എല്ലാ ആഴ്ചയും 2 പത്ത് അപ്പോഴാണ് അത് വരുന്നത്. റെഗുലറായിട്ട് 2 പത്ത് വരുമ്പോഴാണ് ഏതാണ്ട് 1,10,00,000 രൂപയോളം വരുന്നത്. അടുത്ത വർഷം അത് 1,74,00,000 അതിനടുത്ത വർഷം കൊറോണ ആയിരുന്നു, എന്നിട്ട് കൂടി 1,76,00,000 കൂടിയിട്ടേ ഉള്ളൂ. കോവിഡ് വന്നിട്ട് കൂടുതൽ നടന്ന ഏതെങ്കിലും ബിസിനസ് അറിയാം? മാസ്ക് കച്ചവടം അല്ലാതെ, സാനിറ്റൈസർ അല്ലാതെ അല്ലേ? കൊറോണ വന്നിട്ടും വീണ്ടും ഞങ്ങൾക്ക് ബിസിനസ് കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടുണ്ടായില്ല. അതിനടുത്ത വർഷം അത് 2,10,00,000 2,34,00,000 2,56,00,000 2,65,00,000. ഞാൻ ഈ ബിസിനസ് 12 കൊല്ലം ചെയ്തെങ്കിൽ എൻ്റെ 7 വർഷത്തെ ഫോം 26 നിങ്ങളുടെ മുമ്പ് ഞാൻ വെച്ചിട്ടുണ്ട്. യെസ്വർണം. ഇനി ആദ്യമായിട്ട് കേൾക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർ ചിലപ്പം വിചാരിക്കും, ഇതിലൂടെ നിറയെ പൈസ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഇവർ ഞങ്ങളെ മോഹിപ്പിച്ച് ഇതിനകത്ത് ഭ്രമിപ്പിച്ച് പെടുത്താനുള്ള ശ്രമമാണ്. അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇതെൻ്റെ മക്കളെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ആദ്യത്തെ 3 കൊല്ലം ഈ ബിസിനസ് കൊടുത്തതിന് എനിക്കുണ്ടായ സമയം. നിങ്ങൾ അയലത്തെ വീട്ടിൽ ഒരു കൊച്ചിനെ ഒരാഴ്ച വീട്ടിൽ കൊണ്ട് നോക്കാൻ പറഞ്ഞ ആരെങ്കിലും ഏൽപ്പിച്ചാൽ അതിനെ നോക്കുന്ന പോലെങ്കിലും നോക്കിയാൽ മതി, ഇതിൽ നല്ല വരുമാനം കിട്ടും. അതുപോലും ചെയ്യാണ്ടിരുന്ന 10 പൈസ കിട്ടത്തില്ല. ഹലോ, കൊടുത്ത കാശിന് 1-ാം തരം പ്രൊഡക്റ്റ് കിട്ടും. നിങ്ങളുടെ പണത്തിന് നിങ്ങൾ ഇന്ന് വരെ വാങ്ങിയ ഏറ്റവും നിലവാരമുള്ള ഉൽപ്പന്നം നിങ്ങൾക്ക് കിട്ടും. കാശ് വരണമെന്നുണ്ടെങ്കിൽ എന്തും കൂടെ വേണം. ഹലോ, എഫേർട്ട് വേണമല്ലേ? അല്ലെ, ഒരു വൃക്ഷം അതിന് ഫലം തരണമെങ്കിൽ അതിന്റെ താഴെ 3 കാര്യങ്ങൾ കൊടുക്കണം. എന്ത് കൊടുക്കണം? 1 വെള്ളം കൊടുക്കണം, 2 വളം കൊടുക്കണം, 3-ാം സ്ഥാനമാണ് 2 തുള്ളിയെങ്കിലും വേർപ്പ് കൊടുക്കണം. അവിടെയാണ് പലർക്കും പ്രശ്നം. ഈ 3-ാമത് പറഞ്ഞ് കൊടുക്കാറില്ല. വെള്ളം കൊടുത്തിട്ട് വളർന്നാട്ടെ എന്ന് പറയും. ഈ മീറ്റിങ്ങിലൊക്കെ വന്ന് ചില ആൾക്കാർ പ്രോഗ്രാം കഴിഞ്ഞ് പോകുമ്പോൾ വെളിയിൽ നിന്ന് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഡയറക്ട് സെല്ലിംഗ് മീറ്റിങ്ങിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഗാർഡനിൽ പോയി ചെടി വാങ്ങിക്കുന്ന പോലെ. ചെടി വാങ്ങിക്കാൻ ഗാർഡനിൽ ചെല്ലുമ്പോൾ എല്ലാം ഭയങ്കര ഭംഗിയാണ്. നമ്മളത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ ആകത്തില്ല. ഹലോ, കേട്ടിട്ടുണ്ട്? വീട്ടിൽ വളർന്നവരുണ്ടോ? ഇല്ലയോ? ഉണ്ട്. പക്ഷെ അത് വളർത്താൻ തുരിഞ്ഞിട്ട് വേണം ഗാർഡനിലോട്ട് പോകാൻ. അല്ല, ഇത് വാങ്ങി വെച്ചിട്ട് ആരെങ്കിലും വളർത്തിക്കോട്ടെ എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഇത് വളരുമോ? ഒരിക്കലും വളരത്തില്ല. നമ്മൾ അതിൻ്റെ പുറത്ത് ഒരു എഫേർട്ട് കൊടുക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഇത് വലുതാകുക. എന്തായാലും ഇങ്ങനെ ഒത്തിരി മാറ്റമുണ്ട്. എല്ലാ മാസവും GST എങ്ങനെ പോയാലും ഒരു 1 CR പുറത്ത് ഒരു വർഷം ഞാനും എൻ്റെ സഹോദരനും കൂടെ ആദായ നികുതിയും GST ഒക്കെ ആയിട്ട് ഇപ്പോൾ അടയ്ക്കുന്നുണ്ട്. ഒരു കൊല്ലം 1 കോടി രൂപ നികുതി അടയ്ക്കാനുള്ള സാഹചര്യം നിങ്ങൾ ആലോചിക്കും. ഇതേ ഞാൻ 2013-ലും 2012-ലും ഒക്കെ ഈ ആലപ്പുഴ ടൗണിൽ കൂടെ രാവിലെ 5 മണിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു പഴയ സ്കൂട്ടറിൽ ഞാൻ വരുമായിരുന്നു. ബീച്ചിനടുത്ത് എനിക്ക് ഒരു റെസ്റ്റോറൻറ്റ്, ഈ റെസ്റ്റോറൻറ്റ് തുറക്കാൻ വരുന്നത് 5 മണിക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ 6 സ്ഥലത്ത് ഈ വീടുണ്ട്. ഇപ്പോൾ അവർ വേറെ ആരോ വാങ്ങിയത് റിനോവേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. 18 കൊല്ലം ഇത്രയും വലിയ വീട്ടിൽ ഞാൻ താമസിച്ചു. ഇതിൻ്റെ യാതൊരു അഹങ്കാരമൊന്നും എനിക്കില്ലുണ്ടോ? 2 മുറി അടുക്കളയുള്ള വളരെ ചെറിയൊരു വീടായിരുന്നത്. ഈ വീട്ടിൽ നിന്നാണ് നമ്മുടെ ജീവിതം തുടങ്ങുന്നത്. എന്നെ സംബന്ധിച്ച് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതിൽ ഈ ബിസിനസിന്റെ പാർട്ട് അല്ലെങ്കിലും പൊതുവായ ഒറ്റ കാര്യം പറയാം. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ തടസ്സക്കാരൻ ആരാന്നറിയോ? ആരാ? ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ഏതാ? ജപ്പാനിലെ ടോക്കിയോയിലെ ബ്ലോക്കാണ്. അതാണ് ഏറ്റവും വലിയ ബ്ലോക്ക് എന്ന് പറയാം. നമ്മുടെ മൈൻഡ് ബ്ലോക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലോക്ക്. ഈ മൈൻഡ് ബ്ലോക്ക് എങ്ങനെ ഉണ്ടാവുന്നത്? പറഞ്ഞോ, മണ്ടത്തരമാണെങ്കിലും ഒച്ചത്തിൽ പറയുന്നവർക്കുള്ള ബിസിനസ്. ഹലോ, എൻ്റെ അടുത്തോട് പറയാം.
ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലോക്ക് മൈൻഡ് ബ്ലോക്കാന്ന് പറയും. പല ആൾക്കാരും ജീവിതത്തിൽ പുറകോട്ട് പോകുന്നുള്ള കാര്യം ഇവർക്ക് പഴയ കാലത്ത്, അതായത് നമ്മൾ തിരിച്ചറിവ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ള സെറ്റ് ബാക്കുകൾ, തിരിച്ചടികൾ, വിദ്യാഭ്യാസം കുറവാണ്, പൊക്കം കുറവാണ്, വണ്ണം കുറവാണ്, ഗ്ലാമർ കുറവാണ്, ലുക്കില്ല, വലിയ പൈസ ഇല്ല, കുടുംബ മഹിമയില്ല, കുലമഹിമയില്ല, ഇങ്ങനെ ഇല്ലാത്തതിനെ കുറിച്ചെല്ലാം ആലോചിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ കള്ള് നിറഞ്ഞു പൊന്തു എന്ന് പറയുന്ന കണക്ക് നമ്മുടെ ഉള്ളിൽ അപകർഷതാബോധം വരും. ഈ അപകർഷതാബോധം വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പതുങ്ങി നിൽക്കത്തുള്ളൂ. ഏതെങ്കിലും കല്യാണ വീട്ടിൽ പോലും ഒരു മൂലയ്ക്ക് മാറിയിരിക്കും, മരിപ്പീട്ടിൽ പോയി മൂലയ്ക്ക് മാറിയിരിക്കും. അങ്ങനെ നിൽക്കുമ്പോൾ വേറൊരു സാധനം ഉണ്ടാവും. ഇച്ചിരി പെർഫോം ചെയ്യുന്നവരോട് കുറച്ച് അസൂയ ഉണ്ടാവും. ഇച്ചിരി നന്നായിട്ട് പഠിക്കുന്നവരോട്, ഇത്തിരി നന്നായിട്ട് ജീവിക്കുന്നവരോട്. അപ്പം നമ്മൾ ഇവരോട്ട് നല്ല ഗ്യാപ്പ് ഇടും. എസ്വർണം അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ പോലെ തന്നെ കുറേ ആൾക്കാരെ കാണും. പഠിക്കാത്തവന്മാർ, പഠിക്കത്തുമില്ല, മൊത്തം കുഴപ്പമുള്ള ആൾക്കാർ. അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ നമ്മൾ കൂടും. ഇപ്പോഴും ആ ഫോക്കസ് ആയിരിക്കും വലുത്. എസ്വർണം അതിലൂടെ നിങ്ങളൊക്കെ വലിയ ആൾക്കാർ, നമ്മളൊക്കെ ഇത് ഞാൻ അനുഭവിച്ച. എനിക്ക് 8ാം ക്ലാസ്സിൽ കണക്ക് പരീക്ഷയ്ക്ക് 3 മാർക്കാണ് കിട്ടിയത്. 50ൽ 3 മാർക്ക്. എങ്ങനെ കുറഞ്ഞത് എനിക്ക് തന്നെ അറിയത്തില്ല. എന്നാൽ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ആളാണ്. 3 മാർക്കാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ പകുതി കൂട്ടുകാർ എനിക്ക് പെട്ടെന്ന് എന്നോട് കൂടാൻ പോകും. എൻ്റെ ക്ലാസ്സിൽ പകുതി കൂടുതൽ കൂട്ടുകാർ പെട്ടെന്ന് ഞാനോട് ഭയങ്കര സ്നേഹം. കാര്യം എന്താ, എനിക്ക് കണക്കിന് 3 ഉള്ളൂ, ഉമ്മാർക്കൊക്കെ 5 8 ഉള്ളൂ. പിന്നെ അടുത്ത വർഷം ഞങ്ങളുടെ പറവൂർ സ്കൂളിലവിടെ ശങ്കരൻകുട്ടി എന്ന് പറഞ്ഞ സാറാണ്. പുള്ളി വന്ന് എന്നെ ഇങ്ങനെ ഭിത്തിയെ പിടിച്ച് കയറ്റിയപ്പോഴാണ് എനിക്ക് 40 മാർക്ക് കിട്ടിയത്. അപ്പോൾ 40 കിട്ടിയപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അസോസിയേഷൻ കുറഞ്ഞു. കാര്യം എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന ആൾക്കാരുടെ എണ്ണം ക്ലാസ്സിൽ മിക്കവാറും കുറവായിരിക്കുമല്ലോ. ആണോ അല്ലയോ? അപ്പോൾ ജീവിതത്തിൽ പിന്നീട് ഇങ്ങോട്ട് വന്ന എല്ലാ സമയങ്ങളിലും എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുറവുകളെ നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നിങ്ങളെക്കാൾ കപ്പാസിറ്റി ഉള്ള, നിങ്ങളെക്കാൾ കഴിവുള്ള ആൾക്കാരിൽ നിന്ന് അകലം പാലിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ വിജയിക്കാതെ പോകുന്നത്. മറിച്ച് നമ്മുടെ ഒന്നും ഇല്ലെങ്കിൽ, ഞാനിപ്പോഴും വലിയ കാറുകൾ, നല്ല വാഹനങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ പുറകിൽ പോയി ചില്ല നമ്മുടെ പേരെഴുതിയിടും. അതൊരു പാഷനാണ്. നമ്മളെക്കാൾ നന്നായി ജീവിക്കുന്നവർ, നമ്മളെക്കാൾ നല്ല ജീവിതം നയിക്കുന്ന ആൾക്കാർ, ഇവരുടെ പുറകെ പോലെ ഒരു ഈഗോയുടെ ആവശ്യമില്ല. മലയാളിയുടെ കുഴപ്പമെന്താ, മോഹൻലാൽ വന്നാൽ പറയും, ലാല വേണം എൻ്റെ കൂടെ സെൽഫി എടുത്തോട്ടോ, ഇങ്ങനെ പറയണം നമുക്കിഷ്ടം. ഇപ്പോൾ താമസിക്കുന്ന വീട് ഇതാണ്. ഇത് 2022 വെച്ചത്. ഏതാണ്ട് ഒരു 4-5 കോടി രൂപയായി ഈ വീട് വെച്ചപ്പോൾ. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഈ ബിസിനസ് ആണ് ഇതിനു വല്ലതാണ്. ഒരിക്കലും ഇങ്ങനെ ഒരു ജീവിതം സ്വപ്നം കണ്ടിട്ടല്ല വന്നത്. അപ്പോഴത്തെ പ്രശ്നം തീർക്കണം, അതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോഴത്തെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാൻ വന്ന ആളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഏതാണ്ട് 1.5 കോടി രൂപയ്ക്ക് പുറത്ത് വരെയുള്ള മെഴ്സിഡീസ് GLS കാറൊക്കെ ഉപയോഗിക്കും. എൻ്റെ പഞ്ചായത്തിൽ തന്നെ GLS ഉപയോഗിക്കുന്ന ഓരോ ആൾക്കാരോടൊന്നും എനിക്കറിയില്ല. എൻ്റെ അച്ഛൻ ഒരു കാർ ഡ്രൈവറായിരുന്നു. 30 വർഷം ഒരു കാർ ഡ്രൈവറായിട്ട് ജോലി ചെയ്തതാണ്. ഞാൻ പഠിച്ചത് ഞങ്ങളുടെ വീടിനടുത്ത് പറവൂർ ഗവൺമെൻറ് സ്കൂളുണ്ട്, മലയാളം മീഡിയം സ്കൂളാണ്. നമ്മുടെ VS അച്യുതാനന്ദ സഖാവൊക്കെ എല്ലാ വർഷവും വോട്ട് ചെയ്തുകൊണ്ടിരുന്ന സ്കൂളാണ്. ആ സ്കൂളിലാണ് 10 കൊല്ലം പഠിച്ചത്. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഏറ്റവും വലിയ കോംപ്ലക്സ് അല്ലെങ്കിൽ ഏറ്റവും വലിയ വികാരം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ അപകർഷതാബോധം തന്നെ. കാര്യം എൻ്റെ കൂടെയുള്ള പലർക്കും അലുമിനിയത്തിൻ്റെ പെട്ടിയുണ്ട്, എനിക്കതില്ല. പലരും ഷൂവും പാൻസും ഒക്കെ ഇടുന്നുണ്ട്. ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് ഷൂ ഇല്ല, പാൻസും ഇല്ല, നിക്കർ മാത്രമേ ഉള്ളൂ. അടുത്ത വീട്ടിലെ ചേച്ചി എടുക്കുന്ന ചെരുപ്പ് വരെ വാങ്ങിച്ചിട്ടുകൊണ്ട് വരേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ചെറുപ്പത്തിലേ തിരിച്ചറിഞ്ഞുകൊണ്ട് എനിക്ക് ബോധം ഉണ്ടായി, ഈ പണം എന്ന് പറഞ്ഞ സാധനത്തിന് വല്ലാത്ത പവറാണ് ജീവിതത്തിലുള്ളത്. ഇത് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന പോലെ, വസ്ത്രം മാറുന്ന പോലെ പണം ഉണ്ടാക്കൽ നിത്യ ജീവിതത്തിൽ പ്രധാനമായി ചെയ്യേണ്ട ഒരു പണിയാണെന്നുള്ളത് മനസ്സിലായി. പലരും ഇത് മനസ്സിലാക്കുന്ന 25 വയസ്സും 30 വയസ്സും കഴിഞ്ഞിട്ടാണ്. പിന്നെ ഇവർ വഴിയായിട്ടൊക്കെ വരുമ്പോഴത്തേക്കും മറ്റേ കല്യാണ സിനിമയ്ക്കകത്ത് ദിലീപ് ഇങ്ങനെ ബണ്ണും വാലും ഒക്കെ വെച്ചിരുമ്പോൾ കാണാൻ അറിയില്ലാത്ത അവസ്ഥയുണ്ട്. ഇതുപോലെ 30ാമത്തെ വയസ്സിൽ വന്ന് പൈസ ഉണ്ടാക്കണമെന്നൊക്കെ തീരുമാനിച്ച് വരുമ്പോൾ 55ാമത്തെ വയസ്സാവും. പിന്നെ ഒരു പോക്ക എസ്വർണം. അപ്പൊ ചെറുപ്പത്തിലേ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ അറിയാനുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലേ പണത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് ഉണ്ടാവും. എസ്വർണം ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് അങ്ങനെയുള്ളൊരു ഭാഗ്യം അല്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ തിരിച്ചേ തോന്നത്തുള്ളൂ. സകല സൗകര്യം ഇല്ലാത്ത ഒരു കാലമായിട്ടേ തോന്നുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് നേരെ തിരിച്ചായിരുന്നു. അങ്ങനെ ബിസിനസ്സൊക്കെ വന്നു. ഇപ്പോഴത്തെ ബിസിനസ് സ്കൂളിൽ നോക്കിയ ഓരോ ഓർഗനൈസേഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 10,000 രൂപ തികഞ്ഞിരുന്നെങ്കിൽ തമിഴ്നാട്ടിൽ പോയി പ്രൊഡക്റ്റ് എടുക്കാമായിരുന്നു എന്ന് വിചാരിച്ച് 2 ആഴ്ച വരെയൊക്കെ ഞാൻ 10,000 തേക്കാൻ ഇരുന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഇപ്പോഴത്തെ ടേൺ ഓവർ ഒരു ഓർഗനൈസേഷനിൽ 227 കോടിയും അടുത്തതിൽ 537 കോടിയും, അടുത്ത ഡിസ്ട്രിബ്യൂഷനിൽ 88 കോടിയും 137 ഓപ്പർച്യൂണിറ്റി ആണോ നിങ്ങൾക്ക് ഇല്ലാത്തത്? അങ്ങനെയെങ്കിൽ മൈലേജിൽ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഇനി എന്ത് ചെയ്യണം? ഇതിനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഉപയോഗിക്കണം. ഒരു പക്ഷേ ആദ്യമായിട്ടത് കേൾക്കുന്ന ആൾക്കാർക്ക് ചെറിയൊരു ഡൗട്ട് കാണും. എന്താണ്, എങ്ങനെ എത്ര പൈസ കിട്ടുന്നത്? 30 കൊല്ലം ഗൾഫിൽ പോയി ജോലി ചെയ്തിട്ട് ഇപ്പോഴും ഒരു വീട് ലോണില്ലാണ്ട് വെക്കാൻ പറ്റാത്ത ആൾക്കാർ എത്രയോ ഉണ്ട്. ശരിയാണോ അല്ലേ? അങ്ങനെ വീട് വെച്ചിട്ടുള്ള ആളോ, അങ്ങനെ സ്ഥലം വാങ്ങിച്ചിട്ടുള്ള ആളോ, അല്ലെങ്കിൽ അങ്ങനെ സാധിക്കാത്ത ആൾക്കാർ ഈ ഹോളിൽ ഇരിപ്പുണ്ടെങ്കിൽ അവരാലോചിക്കണം, 30-40 കൊല്ലം ഞാൻ അവിടെ പണിയെടുത്തു, ഞാൻ ഗൾഫിൽ പോയി നാട്ടിൽ ചെയ്തു, ഞങ്ങൾക്കൊക്കെ പറ്റാത്ത ഈ വരുമാനം എങ്ങനെ ഉണ്ടാക്കിയത്? ഇതിനകത്ത് എന്തോ കുഴപ്പമുണ്ട്. ശരിയാണോ അല്ലേ?
നമുക്കറിയാത്ത രീതി ആരെങ്കിലും പൈസ ഉണ്ടാക്കിയ കുഴപ്പക്കാരെന്ന് പറയുള്ളൂ. എൻ്റെ നാട്ടിൽ ഗോപി എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. ഈ ചേട്ടൻ 8 or 9 കൊല്ലം ഗൾഫിൽ പോയി കിടന്നു, തിരിച്ച് നാട്ടിൽ വന്നു, വലിയ വീട് വെച്ചു, നല്ല പൈസയായി, കാറ് വാങ്ങിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ എൻ്റെ നാട്ടിലെ ചില ആൾക്കാർ പറഞ്ഞു, എന്തു പറഞ്ഞു, ഗോപി ഏതോ അറബിയെ കമത്തിയതാണ്. അറബി ഇങ്ങനെ ചരിഞ്ഞിരിക്കുമായിരുന്നു, ചെന്ന വാരെടുത്തില്ല. ഞാൻ ഇയാളോട് സംസാരിച്ചപ്പം പുള്ളി പറഞ്ഞാൽ ഞാൻ 8 മണിക്കൂർ കമ്പനി ജോലി ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ വണ്ടി കഴുകും, ടോയ്ലറ്റ് വരെ കഴുകിയിട്ടുണ്ട്. കാര്യം അവിടെ നിന്ന് 8 കൊല്ലം കൊണ്ട് മാക്സിമം പണിയെടുത്ത് മാക്സിമം പൈസ ഉണ്ടാക്കാന്നുള്ളത് എൻ്റെ ലക്ഷ്യം. ഇത് അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്യും, നേരെ ഉൾട്ടേ പറയത്തുള്ളൂ, അല്ല നേരെ തിരിച്ചേ പറയത്തുള്ളൂ. നമ്മുടെയൊക്കെ അടിസ്ഥാനപരമായി നമുക്കറിയാത്തതും നമ്മുടെ കണ്ണി കാണാത്തതുമായ കാര്യങ്ങളൊക്കെ ഇല്ലാത്തതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സ്വർണം ശരിയാണോ അല്ലയോ? ഇപ്പൊ നമ്മളിവിടെ ചിലയിടത്തൊക്കെ ഇടയ്ക്ക് സീറ്റ് ഒഴിഞ്ഞു കിടക്കണം, 1-2 സീറ്റ്. നമ്മുടെ വിചാരം ആ സീറ്റ് ആരും ഇല്ലെന്ന്. ശരിയല്ലേ? ഹലോ, നമ്മൾ നോക്കുമ്പോൾ അവിടെ ആരുമില്ല. പക്ഷെ സത്യത്തിൽ എന്തായിരിക്കും അവസ്ഥ? പണ്ട് ഏതോ ഡയറക്ട് സെല്ലിംഗ് കമ്പനി തുടങ്ങി ട്രേഡിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കുതു തീരുന്നതിന് മുമ്പേ മരിച്ചുപോയ ആരുടെങ്കിലും ആത്മാവ് ആ കസേര ഒന്ന് ഇരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ആർക്കറിയാം. നിങ്ങൾ നോക്കുമ്പോൾ അത് ഇല്ലാന്ന് കരുതി അവിടെ ഇല്ലാന്നുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് തമാശയല്ല, സീരിയസ് ആയിട്ട് പറയാം. നമ്മുടെ തൈര് കുടിക്കത്തില്ലേ, മോര് കുടിച്ചോണ്ടിരിക്കല്ലേ, ഒരു മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയാൽ പിന്നെ കുടിക്കുമോ? എന്താ കുടിക്കാത്തത്? അത്രയും ബാക്ടീരിയ കണ്ട് നമ്മളങ്ങനെ ഏറ്റു വയ്ക്കും. ശരിയാണോ അല്ലയോ? നിങ്ങൾ കാണുന്നില്ല എന്ന് കരുതി തൈരിൽ ബാക്ടീരിയ ഇല്ലാതുണ്ടോ? മേഡം, ആ സീറ്റിൽ ആളില്ലാതെ കരുതി ഇരിക്കുക, അവിടെ ആള് കാണാം. നമ്മൾ കാണാത്ത പലതും നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. മൈലേജ് സെല്ലും അങ്ങനെ ആയിരുന്നു, ഡയറക്ട് സെല്ലിംഗ് അങ്ങനെ ആയിരുന്നു. ഞാൻ അറിഞ്ഞില്ല അതിങ്ങനെ സംഭവം നാട്ടിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കുകയോ ഇല്ല എനിക്കറിയില്ല, തെളിവ് വേണം തരാം. ഞാൻ ഇതുവരെ പറഞ്ഞ കണക്കിന് തെളിവ് തരാം. 100ന് പുറത്ത് ആൾക്കാർ 1 കോടി തൊട്ട് 50-60 കോടി രൂപ വരെ ഈ മൈലേജ് സ്റ്റേലിൽ നിന്ന് ഈ കൊച്ചു കേരളത്തിൽ മാത്രം സമ്പാദിച്ച് കഴിഞ്ഞു. അത് പ്രൂവാണ്, അത് കഴിഞ്ഞു. ഈ ആലപ്പുഴ 5-6 ആൾക്കാർ ഈ ബിസിനസ്സിൽ കൂടെ 1, 2, 3, 4 കോടിയൊക്കെ ഏൺ ചെയ്തവരുണ്ട്, ഞങ്ങളെ കൂടാതെ. അതിന്റെ അർത്ഥം ഇത് നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ നമ്മൾ ഇത് ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ മുൻധാരണ വെച്ച് പുലർത്തുകയാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡയറക്ട് സെല്ലിംഗ് എന്ന പേരിൽ ഇഷ്ടംപോലെ വ്യാജന്മാർ പണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഡയറക്ട് സെല്ലിംഗ് എന്ന പേരിൽ ആടുതേക്ക് മാഞ്ചിയോ മണീച്ചയിലും ചുമ്മാ ഇരുന്ന പൈസ ഉണ്ടാക്കാന്ന് പറയുന്ന ആൾക്കാർക്ക് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇതിനകത്ത് ചെന്ന് ചാടി പൈസ കളഞ്ഞ ആളുടെ മുമ്പിൽ നിങ്ങൾ ഇപ്പോഴും ഡയറക്ട് സെല്ലിംഗും പറഞ്ഞുകൊണ്ട് ചെന്നാൽ ഇയാളുടെ മനസ്സിൽ എന്തേ വരത്തുള്ളൂ? ഞാൻ ഉദാഹരണം പറയാം. ഒരാൾ ചെറുപ്പത്തിലേ ജയിലിൽ പോയി. ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ അയാളുടെ കുട്ടിക്ക് ഒരു 6 മാസം പ്രായമുള്ളപ്പോൾ ഇയാൾ ജയിലിൽ പോയി. 12 വർഷം കഴിഞ്ഞപ്പോൾ ഇയാൾ പുറത്തു പോയി. 12 മാസം ഇയാൾ പുറത്തിറങ്ങുന്നതിന്റെ തലേന്ന് വരെ ഇയാളുടെ മകന്റെ അല്ലെങ്കിൽ മകളുടെ രൂപം എത്ര പ്രായമുള്ളതായിരിക്കും ഇയാളുടെ മനസ്സിൽ? പറ. 6 മാസം കൊണ്ട് 12 കൊല്ലം കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് മോനെ കാണുന്നത്. മോനെ കണ്ട, അയ്യോ എൻ്റെ മോൻ ഇത്ര വലുതായി. അതുപോലെ 15 കൊല്ലം മുമ്പ് ഏതോ ആടുതേക്ക് മാഞ്ചത്തിനകത്ത് കൊണ്ട് കാശ് കളഞ്ഞ ഒരുത്തൻ്റെ മനസ്സിൽ നല്ല കമ്പനിയെ കാണുന്നത് വരെ ഫുള്ള് കുഴപ്പമാണ് തോന്നുന്നു. ഹലോ, ഇത് ആരാണോ അവനെ കൺവിൻസ് ചെയ്ത് കൊടുക്കുന്നത്, ആരാണോ അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്, അവനോടൊപ്പം ആൾ അസോസിയേറ്റ് ചെയ്യുകയും അയാൾ ശക്തമായി പ്രവർത്തിക്കും. ഞങ്ങളെല്ലാം പലരുടെയും തെറ്റിദ്ധാരണ മാറ്റിയ ആൾക്കാരാണ്. നിങ്ങളുടെ എല്ലാവരുടെയും തെറ്റിദ്ധാരണ മാറ്റാണ് എൻ്റെ സ്റ്റേറ്റ്മെന്റ് അടക്കം ഞാൻ വെച്ചേക്കുന്നത്. എന്നെ അറിയുന്ന എൻ്റെ നാട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഇട്ടിട്ടുണ്ട്. ത്രൂ പൈസ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരിവിൻ്റെ എണ്ണം കൂടുതലേ ഉള്ളൂ. ഇക്കൊല്ലം ഞാൻ പിന്നെ ഒരു വിധത്തിൽ തടിയൂരി. അല്ല, ഇക്കൊല്ലം വലിയ പ്രശ്നമില്ല, ഇലക്ഷനൊക്കെ ആയിട്ട് ഇക്കൊല്ലം തടിയൂരി എന്ന് പറയാൻ കാര്യം അതോടെ പറയാം. ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എനിക്ക് 2 ഹൗസ് ബോട്ടുകൾ ഉണ്ടായിരുന്നു. 2 കൂടെ 2 കോടി രൂപയ്ക്ക് പുറത്ത് വാല്യൂ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇത് 2ഉം കത്തിപ്പോയി. ഒരു ദിവസം ഞാൻ 6:30 നോക്കുമ്പോൾ എന്നെ വിളിച്ചു ചെന്ന് നോക്കുമ്പോൾ കൊരപ്പൂ ഇങ്ങനെ കത്തുന്ന പോലെ എന്ന് കത്തുക. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന ഒരാൾ എന്നെ തോളത്ത് വിളിച്ചടാ, നീ ബോധം വിട്ട് വീഴുന്നത്. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ആളുമില്ല അകത്തുണ്ട്. അപ്പോൾ ആളൊന്നുമില്ല. ഗസ്റ്റിനെയൊക്കെ പുറത്തിറക്കി. ഒരു ഹിന്ദിക്കാരനുണ്ടായിരുന്നു, അതിന് തലേ ദിവസവും വീട്ടിൽ വന്ന് കാലത്തൊട്ട് ഒന്നിച്ചിട്ടൊക്കെ പോയി. ഇല്ല, അവൻ്റെ കാര്യം തീരുമാനമായിരുന്നു. അപ്പം ഇത് രണ്ടും പോയി. ഇത് രണ്ടും എന്താ പറയണ്ടേ, ഇത് രണ്ടും കത്തിപ്പോയി. സ്വാഭാവികമായിട്ടും വലിയ ടെൻഷൻ ആ സ്റ്റാഫുകൾക്ക്. 5-6 പേരുടെ ജോലിയൊക്കെ പോയി. 2-3 പേരെ അക്കോമഡേറ്റ് ചെയ്ത് 2-3 പേരെ വേറെ കൂട്ടുകളിൽ കയറ്റി. സത്യത്തിൽ ഞാനിങ്ങനെ ആലോചിച്ചു, ഏതാണ്ട് 2 കോടി രൂപയോളം കത്തി. ഇൻഷുറൻസ് കിട്ടിയാലും അതിൻ്റെ പകുതി പോലും കിട്ടില്ല. ഒരെണ്ണത്തിന് ഇൻഷുറൻസ് ഉള്ളൂ, ഫുൾ കവർ. അപ്പോൾ കുറച്ച് പൈസ കിട്ടും. ഞാൻ ആലോചിക്കുമായിരുന്നു, ഞാൻ മൈലേജ് സ്റ്റേർ ഉറക്കമില്ലാണ്ട് ചെയ്തത് 30 ലക്ഷത്തിൻ്റെ കടം വന്നിട്ട് 2 കോടി കത്തിയിട്ട് ഞാൻ ചിരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞ അത് അഹങ്കാരമൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ ചിരിച്ചപ്പോൾ എൻ്റെ ചുറ്റും കുറേ ആൾക്കാർ എപ്പോഴും ഞാൻ ഇങ്ങനെ മഞ്ഞത്തൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് സത്യം വലിയ ടെൻഷൻ എടുത്തില്ല. ടെൻഷൻ എടുക്കാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഹൗസ് ബോട്ട് ഉണ്ടാക്കാൻ മൈലേജ് വന്ന ആളല്ല. ഇതൊന്നും പ്രതീക്ഷിക്കാതെ വന്ന ആളാണ്. 2020 കോടിന് വെറുതെ ഇരുന്നപ്പം വെറുതെ ഇരിക്കുക. ആ സമയത്ത് ആരും വിളിച്ചു ചോദിച്ചപ്പോൾ ഒരു ഹൗസ് ബോട്ടിനെ മനീഷിനെ വിളിച്ചു ചോദിച്ചു. മഞ്ജിത്തിൻ്റെ കസിൻ, എൻ്റെ അനിയന.
അപ്പോൾ അവന് ഞാൻ പറഞ്ഞിട്ട് ഇതുപോലെ നല്ലൊരു ബോട്ടുണ്ട് 1,20,00,000 കൊടുക്കാൻ പറ്റുന്ന ബോട്ടാണ്, അവർ 75 ലക്ഷം ഇപ്പോൾ കൊടുക്കുന്നു. ഞാൻ നേരെ വാങ്ങിച്ചു. വാങ്ങിക്കാതെ എൻ്റെ 1-2 പേര് പറഞ്ഞടാ കോവിഡാണ്, വെറുതെ ബോട്ട് വാങ്ങിക്കേണ്ട, മൊത്തം കുഴപ്പമാണ്. ഞാൻ പറഞ്ഞു പോസിറ്റീവായി ചിന്തിക്കും. എങ്ങനെ പോസിറ്റീവായി ചിന്തിക്കും? കോവിഡാണ്, നമ്മൾ ബോട്ട് വാങ്ങി, കോവിഡ് വന്ന് എല്ലാവരും മെച്ചെന്ന് വെച്ചു. ഇനിയിപ്പം ബോട്ട് വാങ്ങിയില്ല ഒരുപോലില്ലേ. ഇനി കോവിഡ് എങ്ങാനും വന്ന് പോയി കഴിഞ്ഞാൽ 1.5 കോടി രൂപ ബോട്ട് 70 കിട്ടത്തില്ലേ? അവൻ ഫുൾ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ അത് വാങ്ങി, അതേ കുറച്ച് പൈസയൊക്കെ മുടക്കി അത്യാവശ്യം 4-5 കൊല്ലം കൊണ്ട് വലിയ തെറ്റില്ലാത്ത വരുമാനമൊക്കെ വന്നു. പക്ഷേ മൈലേജ് സ്റ്റൈലിൽ നിന്ന് വന്ന വരുമാനത്തിന്റെ 10-1 പോലും ആ ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോഴും എനിക്ക് ചിരിച്ചുകൊണ്ട് ഇത് പറയാൻ പറ്റുന്നത്. അതിന്റെ പിറ്റേന്ന് വ്യത്യാസം ഞാൻ മലബാറിൽ പോയി. അവർ അവിടെ എൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പറഞ്ഞു, ലീഡർമാർക്കെല്ലാം നല്ല ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ബോട്ട് കത്തിൻ്റെ ചിലവാന്ന് പറഞ്ഞു. അപ്പോഴത് പല ആളുകളും അറിയുന്നതല്ലേ. ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്ന് വിചാരിക്കും. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന വേഗതയാണ് മെച്യൂരിറ്റി എന്ന് പറയുന്നത്. യസ്വർണം, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധി വന്നു, നിങ്ങൾ അതിനെ എത്ര പെട്ടെന്ന് ഉൾക്കൊള്ളുന്നു അതാണ് നിങ്ങളുടെ മെച്യൂരിറ്റി. അങ്ങനെ ഒരു മെച്യൂരിറ്റി ഈ ബിസിനസ്സിൽ വന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതല്ലെങ്കിൽ ഒന്നും ഈ കാണുന്നതിന് അപ്പുറത്തൊന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഈ രീതിയിലോട്ട് ഇപ്പൊ ഇത്രയുള്ള ഗുണം ഇരുവരും പറയും ഒരു ലക്ഷം എങ്ങനെ ചോദിക്കാൻ കഴിയില്ല എന്നോട്, ഞാൻ ജീവിച്ചിരിക്കുന്നതിന് വലിയ കാര്യമില്ല എന്നൊക്കെ പറയും. ഇല്ല അപ്പൊ തന്നെ ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലായോ? അപ്പം ലൈഫിൽ എന്ത് നേട്ടവും നമുക്ക് നേടാൻ കഴിയുന്ന ഒരു പൊട്ടൻഷ്യലായ ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലാക്കുക. ഇന്നു മുതൽ നല്ലൊരു തീരുമാനം എടുക്കുക. എന്തുകൊണ്ടായിരിക്കും ഇതിന് അത്രയും വലിയ പൈസ കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. എപ്പോഴും ഞാൻ പറയുന്ന ആവർത്തന വിരസതയുള്ള കഥയാണ്. ചില കാര്യങ്ങൾ മാറ്റാൻ പറ്റില്ല. പറ്റുമോ? ഗുണമുള്ള കാര്യങ്ങൾ മാറ്റാൻ പറ്റില്ല. നമ്മൾ അപ്പനെ കയറി എന്നും അപ്പാന്നാണ് വിളിക്കുന്നത്. ഒരു ചേഞ്ചിന് വേണ്ടി ആവശ്യപ്പെട്ടാന്ന് വിളിക്കാൻ പറ്റും. ചേഞ്ച് ആയിക്കോട്ടെ, പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഈ കഥ മാറ്റാൻ പറ്റത്തില്ല. പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇതിന്റെ തൊട്ടപ്പുറത്ത് നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. ഈ കണ്ണന്തറക്കി പാലത്തിനോട് ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. ഒരു 15 ഓട്ടോക്കാരോടെ കിടപ്പുണ്ട്. ഒരു 10 വർഷം മുൻപ് ഒരു ദിവസം രാത്രി എറണാകുളം സൈഡിൽ നിന്ന് വന്നൊരു ടിപ്പർ ലോറി ഈ ഓട്ടോ സ്റ്റാൻഡിൽ പാഞ്ഞു കയറി. ആ ഓട്ടോ സ്റ്റാൻഡിൽ ആത്മാർ സുഹൃത്തുക്കളായ 2 കൂട്ടുകാരുണ്ടായിരുന്നു. ഡിഗ്രി വരെ പഠിച്ച് മറ്റു ജോലിയൊന്നും കിട്ടാത്തതുകൊണ്ട് അഭിമാനത്തോടെ ഒരു ഓട്ടോറിക്ഷ വാങ്ങി ഓടിക്കൊണ്ടിരുന്ന 6 അടി പൊക്കവും നല്ല മസിലും ഒക്കെ ഉള്ള രതീഷ് എന്ന ചെറുപ്പക്കാരനായിരുന്നു ഒരു ഓട്ടോക്കാരൻ. രണ്ടാമത്തെ ഓട്ടോക്കാരൻ 7ാം ക്ലാസ് വരെ മാത്രം പഠിച്ച വളരെ വണ്ണം കുറഞ്ഞ ആരോഗ്യമില്ലാത്ത രാജേഷ് എന്ന ചെറുപ്പക്കാരനായിരുന്നു രണ്ടാമത്തെ ആൾ. എറണാകുളത്ത് നിന്ന് ടിപ്പർ ലോറി എവിടെ ഇടിച്ചു കയറി? ഓട്ടോ സ്റ്റാൻഡിൽ ഇടിച്ചു കയറി. രതീഷ് എന്ന ആരോഗ്യ ദൃഢഗാത്രനായ യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പക്ഷേ 7ാം ക്ലാസ്സുകാരനായ രാജേഷിന്റെ 2 കൈയും കാലും ലോറി കയറി ചതഞ്ഞരഞ്ഞു. 10 കൊല്ലമായി രാജേഷ് എന്ന 7ാം ക്ലാസ്സുകാരൻ വീൽ ചെയറിലാണ്. അവന്റെ ജീവിതം എന്തായിക്കോണം നമുക്ക് ഊഹിക്കാം. രസോർണം. പക്ഷെ കഥയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. രതീഷ് ഇപ്പോഴും അതേ ഓട്ടോ സ്റ്റാൻഡിൽ കിടക്കുന്നുണ്ട്, ഓട്ടോ ഓടുന്നുണ്ട്. വൈകുന്നേരം 1000-1500 രൂപ വാരിക്കൊണ്ട് കൊടുക്കും. 10 കൊല്ലമായിട്ട് തുടരുന്ന പ്രവൃത്തി. പക്ഷെ രാജേഷിന് പെർമനന്റ് ഡിസബിലിറ്റി, സ്ഥിരമായ പ്രശ്നമായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള ഒരു ഡിസബിലിറ്റി ആയതുകൊണ്ട് തന്നെ നല്ല തുക ഇൻഷുറൻസിൽ നിന്ന് കിട്ടി. പലപ്പോഴായി കിട്ടിയ തുക കൂട്ടിവെച്ച് ഇയാൾ എന്ത് ചെയ്തു? 10 ഓട്ടോറിക്ഷ വാങ്ങി. ഇപ്പൊ അതേ ഓട്ടോ സ്റ്റാൻഡിൽ ഇയാളുടെ 10 സുഹൃത്തുക്കൾ ഇയാളുടെ ഓട്ടോറിക്ഷ ഓടുന്നുണ്ട്. രാത്രി 9:30 ആകുമ്പോൾ ഈ രാജേഷ് എന്ന കൈയും കാലും സ്വാധീനം ഇല്ലാത്ത ആള് വീൽ ചെയർ ഉരുട്ടി വീടിന്റെ പടി വന്നിരിക്കും, പുറത്തോട്ടങ്ങത്തില്ല. 10 ഓട്ടോക്കാർ 500 രൂപ വെച്ച് വാടക ഇനത്തിൽ 5000 രൂപ രാത്രിയാവുമ്പോൾ രാജേഷിന് കിട്ടും. രാവിലെ മുതൽ രാത്രി വരെ ഓടുന്ന രതീഷിന് 1000, ഒരു പണിയെടുക്കാണ്ട് വെറുതെ വീട്ടിൽ ഇരിക്കുന്ന രാജേഷിന് 5000. ഇത് മനസ്സിലാക്കിയവർക്ക് ഞങ്ങളുടെ കൂടെ കടന്നു വരാം. ഇത് മനസ്സിലാക്കുന്നുണ്ട് ഈ ബിസിനസ്സിലേക്ക് വരാം. അതായത് കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് ആണ് സത്യത്തിൽ ആർക്ക് വരിക? നമുക്ക് ഇൻകം വരിക. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? അല്ലാതെ നമ്മൾ ഇതിൻ്റെ പുറകെ എന്നും നടക്കണമൊന്നുമില്ല. ഞാനിപ്പോൾ ഈ ആഴ്ച 4 ദിവസം കൂടിയിട്ടാണ് ഇന്ന് ഒരു പരിപാടിക്ക് ഇറങ്ങണം. തിങ്കളാഴ്ച ഒരു പണിയില്ലായിരുന്നു, ചൊവ്വാഴ്ച ഒരു പണിയില്ല, ഇന്നേ ഇറങ്ങണം. ഒരു മാസത്തിൽ ഒരു 15 ദിവസം വരെയൊക്കെ ജോലിക്ക് പോകേണ്ടതുള്ളൂ. അതും പോയില്ലേ കുഴപ്പമില്ല. കമ്പനി പോലും ചോദിക്കത്തില്ല എന്താണ്